السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെച്ചവരുണ്ട് അല്ലാഹ്. നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് നീ പരാജയം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ അടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ ബലാകൾ കൊടുക്കല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ദുൽഖഅദ് മാസത്തിലെ 19ാമത്തെ ദിനത്തിലാണ് നമ്മുടെ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. 19ാമത്തെ പകലിൽ പവിത്രമാക്കപ്പെട്ട മാസം, അല്ലാഹു വലിയതായി അനുഗ്രഹിച്ച മാസമാണ് ദുൽഖഅദ് മാസം. കാരണം എന്താണ്? നമ്മളിലേക്ക് കടന്നു വരുന്നത് സമാഘാതമാകുന്ന മാസം ദുൽഹിജ്ജ മാസമാണ്. അല്ലാഹു വലിയതായി ഇഷ്ടം വെച്ച മാസം, അല്ലാഹു ആദരിച്ച മാസം ദുൽഹിജ്ജ മാസം. ഹാജിമാരെല്ലാം പുറപ്പെടാൻ തുടങ്ങി. ഹാജിമാരെല്ലാം പുറപ്പെട്ടു. ധാരാളം ഹാജിമാർ ഹജ്ജിന്റെ കർമ്മത്തിനായിട്ട് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലെത്തിയവര്, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ഇവിടെ എത്തിയിട്ടുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഹാജിമാർക്ക് അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ധാരാളം രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ അവർക്കൊന്നും പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. നീ ആജിലായ കാമിലായ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അല്ലാഹ്. അല്ലാഹുവേ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലെത്തി ഒരു ഹജ്ജ് ചെയ്യാൻ അതിന്റെ സമ്പത്ത് ഞങ്ങൾക്കില്ല അല്ലാഹ്. അതിന്റെ മാർഗം നീ തുറന്നിട്ട് നൽകണേ അല്ലാഹ്. നീ തുറന്നിട്ട് നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവണം നിങ്ങളൊരു ഹജ്ജ് ചെയ്യാൻ. എല്ലാവരും ആഗ്രഹിച്ചോളി. ഏതെങ്കിലും രൂപത്തിൽ അവിടെ എത്തും. ഒരു സഹോദരി എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്.
ഒരു സഹോദരി എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഹജ്ജ് ചെയ്യാൻ വലിയ ആഗ്രഹം. സമ്പത്തൊന്നുമില്ല, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു അന്യന്റെ വീട്ടിലാണ്. എന്റെ കുടുംബം തന്നെ പോറ്റി, എന്റെ കുടുംബം തന്നെ പോകുന്നത് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ്. ഞങ്ങൾ അത്രയും ഒന്നുമില്ല, സീറോയാണ്. അന്നാന്ന് ജീവിക്കുക, അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് അന്നാന്ന് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു ക്രമീകരണമാണ് എൻ്റെ ജീവിതം. ഒരു വീട്ടിൽ ജോലിക്ക് പോവുകയാണ്, ഒരു പ്രതീക്ഷയില്ല. ഹജ്ജ് ഉംറ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഹജ്ജ് ചെയ്യാൻ എൻ്റെ അടുത്ത് സമ്പത്തോ ഒന്നുമില്ല, വെറും ആഗ്രഹം മാത്രം. ഉംറ ചെയ്ത ആ സമയത്തിന് ഹജ്ജ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മനസ്സിലുണ്ട് കൊണ്ടു നടന്നു. ആ വലിയൊരു ആഗ്രഹത്താൽ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു. ആ വലിയ ആഗ്രഹത്താൽ ഞാൻ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു. തങ്ങളെ ഒരു ഹജ്ജ് ചെയ്യാൻ ഹജ്ജിന്റെ സമയമായാൽ എനിക്ക് വലിയ ആഗ്രഹമാണ്. ഹാജിമാരെ കാണുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമാണ്, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഹജ്ജ് ചെയ്യാൻ. സമ്പത്തൊന്നുമില്ല, സമ്പത്ത് കൊണ്ടൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്കറിയാം എനിക്ക് എങ്ങനെങ്കിലും ഒരു മാർഗം അല്ലാഹു തുറന്നിട്ട് തരുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് അത്ഭുതമെന്നോണം അൽഹംദുലില്ലാ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ആ സഹോദരി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനൊരു മജ്‌ലിസ് ഇത് കിട്ടിയപ്പോൾ, ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്ന് മാത്രം, അത് വെറുതെ പറയല്ല. ആ സഹോദരിയും ഈ കൊല്ലത്തെ ഹജ്ജില് പങ്കെടുക്കാനായി യാത്ര തിരിച്ചിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിരുന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. ഞങ്ങളെ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യമുണ്ടാവാൻ, ഒരു പ്രയാസങ്ങളില്ലാതെ ചെയ്ത് റാഹത്തായി നാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. മറ്റു നിങ്ങളെ ഉംറ ചെയ്യാനും ഹജ്ജിനും എല്ലാത്തിനും നമുക്ക് ആഗ്രഹങ്ങൾ മനസ്സിൽ വലിയതായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മളോട് എത്തിക്കും. അതിന്റെ പിന്നിലൊരു ഉദ്ദേശമില്ല. ഞാൻ വലിയ ആളാവണമെന്നോ, എന്നെ എല്ലാവരും ഹാജിന്ന് വിളിക്കണോ, ഹജ്ജുമാന്ന് വിളിക്കണോന്നോ ഒരു ഉദ്ദേശമില്ല. എനിക്ക് ആ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ ചെന്ന് ഹജ്ജ് ചെയ്യണം. ഹജ്ജിനൊക്കെ എന്താ വലിയ റേറ്റാണ്. എന്നിട്ട് ആ സഹോദരി എത്തി. അവര് ജോലിക്ക് പോകുന്ന ആ വീട്ടുകാർ കൊണ്ടുപോയതാണ്, വേറെ ആരല്ല. അങ്ങനെ തന്നെ നമുക്ക് പറയാലോ. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയും നമ്മൾ എത്തും. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങളും ഇബാദത്ത് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ വലിയതായിട്ട് ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ദിക്റുകളും ഔറാദുകളും അമലുകളും കൂടെ പിടിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പേടിക്കണം. നിങ്ങളെ ഇൻഷാ അല്ലാഹ് അത് സാധ്യമാകും. അല്ലാഹു നീ സാധ്യമാക്കി നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസ് കാണുന്നവരുണ്ടാകും വലിയതായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. കുറെ ആളുകൾക്ക് കിട്ടാതെ പോയവരുണ്ട്, റിജക്റ്റായി പോയവര്. അല്ലാഹു ഈ അടുത്ത വർഷമെങ്കിലും അല്ലാഹു അവരവിടെ നീ എത്തിക്കണേ അല്ലാഹ്. ആ പുണ്യ ഭൂമിയിൽ നീ എത്തിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പുറപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കുറെ ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ട്, 3 ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ട്. ഞാൻ ഒരു യാത്രയിലായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. യുഎഇയിലായിരുന്നു, ഒരു ഉദ്ഘാടനത്തിന് പരിപാടിക്ക് ഇൻഷാ അല്ലാഹ് പോയതായിരുന്നു. എല്ലാം റാഹത്തായി കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എത്തി. ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, തടസ്സങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി എന്നും നമ്മളെ മജ്‌ലിസ് ഉണ്ടാകും 5:30. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു നസീഹത്തൊന്നോണം തബറുക്കിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പറഞ്ഞെന്ന് മാത്രം മജ്‌ലിസിലേക്ക് അടക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റൗള ഷരീഫിലേക്ക്
ആദ്യമായി ഫാത്തിഹ വിളിച്ചു തുടങ്ങുന്ന മജ്ലിസ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ റൗളാ ഷരീഫ് ഇങ്ങനെ കാണുക. എപ്പോഴും പറയുന്നത് പോലെ കണ്ണങ്ങട്ട് ചിമ്പിയിട്ട് ആ റൗളാ ഷരീഫ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കൊണ്ടുവരാം, മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന മുത്തുമിനിങ്ങളെ പോയവർ അവിടെയുള്ള കാര്യങ്ങൾ, പോയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അങ്ങനെ മനസ്സിൽ കൊണ്ടുവരാ. കാണാത്തവര് ഇതിന്റെ ഫോട്ടോ കണ്ടവരുണ്ടാകും, അതിന്റെ ചിത്രങ്ങൾ കണ്ടവരുണ്ടാകും. അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇൻഷാ അല്ലാഹ് ഫാത്തിഹ വിളിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പിന്നീട് മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ വിളിക്കും. പിന്നീട് ദിക്ർ ചൊല്ലുന്നു, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവരും കൂട്ടമായി ചൊല്ലി കുറച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മളത് വായിക്കുന്നില്ല, ദുആ വസിയത്തുകൾ വായിക്കുന്നില്ല. കാരണം കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ നമ്മളെ മജ്ലിസ് കഴിഞ്ഞിട്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിച്ചോളൂ, എല്ലാവരും അറിയിക്കുക. ദുആ വസിയത്തുകൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്ലിസ് നമുക്ക് വായിച്ചു തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിക്കട്ടെ. ദുആ വസിയത്തുകൾ ഇന്ന് അറിയിക്കുക. ഇന്നെന്താ മജ്ലിസിൽ വായിക്കാതെ ഇൻഷാ അല്ലാഹ് സങ്കടപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. 3 ദിവസമായില്ലേ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് എല്ലാവരും അറിയിക്കുക. നാളെ നമുക്ക് വായിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കാരണം നമ്മളിപ്പം വായിക്കാത്തെന്ന് വെച്ചാൽ, കാരണം നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ കുറേ ആളുകൾ എഴുതി അറിയിക്കുന്നവരുണ്ട്, പല സമയങ്ങളിൽ കാണുന്നവരുണ്ട്. ഈ സമയമല്ലാതെ ഒഴിവില്ലാത്തവർ പിന്നീട് സമയത്ത് കാണുന്നവർ, അവരും ദുആ വസിയത്ത് അറിയിക്കുമ്പോൾ അടുത്ത മജ്ലിസിൽ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ, ദുആ വരെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الرباني والعوص الصمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمل الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم
الضالين آمين وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن شاء الله നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പല ഉദ്ദേശം വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്, അവരെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ടല്ലോ, പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഇടങ്ങേറും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, എല്ലാ മുസീബത്തുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഐശ്വര്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്, വലിയ സലാമത്തേക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ മുറാദും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ഈ പ്രഭാത സമയത്ത് ഇതാ ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്നു അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീയാണ് ഷാഫി തമ്പുരാനെ, നീയാണ് ഷാഫി തമ്പുരാനെ, നീയാണ് ഷാഫി തമ്പുരാനെ. നീ ശിഫയേകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാ ദൽ
الجلال والإكرام أمتنا على دين الإسلام يا ذا 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 الجلال والإكرام أمتنا على دين الإسلام أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ് നീ നിർത്തണേ അല്ലാഹ് ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ് പിഴച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹ് അടിയാറുകൾക്ക് പുറത്തു നൽകണേ അല്ലാഹ് അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ് അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ നീ കാത്തോളണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ അല്ലാഹ് നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഇസ്തിഗ്ഫാറാണ് ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ് നീ മാപ്പ് നൽകണേ അല്ലാഹ് ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിർ الله العظيم أستغفر 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 الله العظيم
അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹ് കിബ്ർ നൽകല്ല അല്ലാഹ്, ഹസദ് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്, അഫു നൽകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ലിക്കോ അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമാന മുറാദും നീ ഹസ്സലാക്കണം അല്ലാഹ്, ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു നൽകണം അല്ലാഹ്. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على
سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹിനെ അല്ലാഹുവേ ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്, നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്. അല്ലാഹുവേ 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 നരകമോചിതരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്.
നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലുള്ള മജ്ലിസ്, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ ഇജാസത്തുള്ള മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിൽ ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കേരളക്കരയിലെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടമുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്, കൂട്ടമായിട്ടുള്ള ദുആ. എല്ലാവരും ആമീൻ പറയാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഅയ്മിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ റാഫിഅ യാ അല്ലാഹ്, യാ മുദിൽ യാ അല്ലാഹ്, യാ സമീഅ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കൾ
ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്. തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എന്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ് റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ, ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ, ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണം അല്ലാ, വിശാല നൽകണം അല്ലാ,
വിശാലത നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ദുൽമിൽ സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.